ഹായ് സ്റ്റുഡൻസ്, ഇന്ന് മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th മൊഡ്യൂളാണ്. അപ്പോൾ 4th മൊഡ്യൂളിൽ ഏതൊക്കെ പോർഷൻസ് വരുന്നുണ്ട്, അതുമാതിരി 4th മൊഡ്യൂളിൽ എന്തൊക്കെ കണ്ടൻസ് ആണുള്ളത്, ഏതൊക്കെ ഫിഗേഴ്സാണ് വരയ്ക്കാനുള്ളത് എന്നുള്ള ഏകദേശം ഒരു ഹിസ്റ്ററി ഇൻട്രൊഡക്ഷനും പിന്നെ നമ്മൾ ഓരോ ടോപ്പിക്സായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4th മൊഡ്യൂളാണ്. ഓക്കെ, 4th മൊഡ്യൂളിൽ കണ്ടൻസ് വരുന്നത് ഒന്നാമത്തെ വെൽഡഡ് ജോയിൻസ്. അപ്പോൾ വെൽഡഡ് ജോയിൻസ് ഏതൊക്കെ ടൈപ്സ് ഓഫ് വെൽഡാണുള്ളത്, അതുമാതിരി വെൽഡിങ്ങിൻ്റെ സിമ്പിൾസ്, പിന്നെ ഏതൊക്കെ ടൈപ്പ് പ്രോസസ്സാണ് വെൽഡിങ്ങിനുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് പൈപ്പിംഗ് ലേഔട്ട്, പൈപ്പിംഗ് ആൻഡ് പ്ലംബിംഗ് ലേഔട്ട്. അതായത് പൈപ്പിങ്ങിന് ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ്, പൈപ്പിങ്ങിൻ്റെ ലേഔട്ട്സ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റും സിമ്പിൾസ് വെച്ചിട്ട്, അതേമാതിരി പൈപ്പിന് ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെ, പ്ലംബിംഗ് എക്യുപ്മെൻറ്റ്സും അതേമാതിരി പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന ജോയിൻസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ പൈപ്പിംഗ് ലേഔട്ട്, അതായത് പൈപ്പിംഗ് ചെയ്യുമ്പോൾ എല്ലാ ജോയിൻസും വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ലേഔട്ട് എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളതും ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വെൽഡഡ് ജോയിൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് വെൽഡഡ് ജോയിൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെൽഡിംഗ് എന്ന് അറിയണം. ഓക്കെ, വെൽഡിംഗ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ജോയിനിങ് പീസസ് ഓഫ് മെറ്റൽ ടുഗദർ എയ്തർ ബൈ ഹീറ്റിംഗ് ദി മെറ്റൽ ടു സ്യൂട്ടബിൾ ടെമ്പറേച്ചർ വിത്ത് ഓർ വിത്തൗട്ട് ദി അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ, or by the application of pressure alone, and with or without the use of filler material. The process of welding may be very broadly classified into two groups: fusion welding and pressure welding. അതായത് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിനിങ് പ്രോസസ്സാണ്. അതായത് രണ്ട് മെറ്റൽ പീസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് വെൽഡിംഗ് എന്ന് പറയുക. അതെങ്ങനെയാണ് കൂട്ടി യോജിപ്പിക്കുക വെച്ച് കഴിഞ്ഞാൽ മെറ്റലിനെ ഹീറ്റ് ആക്കിയിട്ട് ഒരു സ്യൂട്ടബിൾ ടെമ്പറേച്ചറിലേക്ക്, അതായത് ഇതിൽ പറയുന്നുണ്ട് മെറ്റൽ ടുഗദർ എയ്തർ ബൈ ഹീറ്റിംഗ് ദ മെറ്റൽ ടു സ്യൂട്ടബിൾ ടെമ്പറേച്ചർ വിത്ത് ഓർ വിത്തൗട്ട് ദി അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. അതായത് പ്രഷറിൻ്റെ സഹായത്തോടെ അല്ലാതെയോ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഒരു സ്യൂട്ടബിൾ ടെമ്പറേച്ചറിൽ അറ്റൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ. മെയിൻലി രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന് ഫ്യൂഷൻ വെൽഡിംഗ് ഉണ്ട്, ഒന്ന് പ്രഷർ വെൽഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിംഗ് ഈസ് വെരി എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് നൗവഡേയ്സ് ഡ്യൂ ടു ഇറ്റ്സ് എക്കണോമിക് അഡ്വാൻറ്റേജ് ഓവർ അതർ മെത്തേഡ്സ് ഓഫ് ജോയിനിങ് മെറ്റൽസ് സച്ച് ആസ് കാസ്റ്റിംഗ്, റിവെറ്റിംഗ് എക്സെട്ര. വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഇൻ ലൂബ്രിക്കേഷൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, മെഷീൻ ഫ്രെയിംസ്, വെസൽസ്, പൈപ്പ് ലൈൻസ് എക്സെട്ര. അതായത് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസിലും കാര്യത്തിലൊക്കെ വെൽഡിങ് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് അഡ്വാൻറ്റേജ് ആണ്. അതായത് മറ്റുള്ള ജോയിനിങ് പ്രോസസ്സിനെ അപേക്ഷിച്ചിട്ട് വെൽഡിംഗ് എന്നുള്ള ഒരു മെത്തേഡ് എക്സ്റ്റെൻസീവ്ലി എന്താണ്, എക്കണോമിക് ആണ്. അതായത് നമുക്ക് സാമ്പത്തികപരമായിട്ട് മറ്റേതിനേക്കാൾ അപേക്ഷിച്ചിട്ട് എന്താണ്, ഒരു എക്കണോമിക്കലി അഡ്വാൻറ്റേജ് ആണ് ഈ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അതായത് മറ്റുള്ള കാസ്റ്റിംഗ്, റിവെറ്റിംഗ് അതിനെ സംബന്ധിച്ചിട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എക്കണോമിക് ആണ്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡ്സ്. വെൽഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മെനി ടൈപ്സ്. ദീസ് ക്ലാസിഫിക്കേഷൻസ് ആർ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ്. അതായത് വെൽഡിങ് പല രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് താഴെ പറയുന്ന ആ ഒരു ടൈപ്സ് ഓഫ് വെച്ചിട്ടാണ് വെൽഡിങ്ങുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് ടൈപ്സ് ഓഫ് വെൽഡ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് ജോയിൻസ് ഉണ്ട്, ലെങ്ത് ഓഫ് വെൽഡ്സ് ആൻഡ് പൊസിഷൻ ഓഫ് ദി വെൽഡ്സ്. അപ്പോൾ ഇത്രയും ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വെൽഡിങ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1 ടൈപ്സ് ഓഫ് വെൽഡ്സ്, 2 ടൈപ്സ് ഓഫ് ജോയിൻറ്റ്, 3 ലെങ്ത് ഓഫ് വെൽഡ്സ് ആൻഡ് 4
പൊസിഷൻ ഓഫ് ദി വെൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വെൽഡിങ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽസ് ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് വെൽസ്, ടൈപ്സ് ഓഫ് ജോയിൻ്റ്, പൊസിഷൻ ഓഫ് വെൽസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഈ ഫിഗറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്ലാസിഫിക്കേഷനുകൾ ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് നോക്കാം. ഈ ഫിഗറിൽ വെൽഡിനെ ക്ലാസിഫൈ ചെയ്തിട്ട് കുറേ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല, അതോ ടൈപ്സ് ഓഫ് വെൽഡിനനുസരിച്ചിട്ട് ഇതാ ഒരുപാട് ജോയിൻറ്റുകൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഇവിടെ എഡ്ജ് ജോയിൻറ്റ്, പിന്നെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ജോയിൻ്റാണ് ഇൻക്ലൈൻഡ് പൊസിഷൻ, ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ, പിന്നെ ഫില്ലറ്റ് വെൽഡ് അതായത് കർവ് ചെയ്തുകൊണ്ടുള്ള, പ്ലഗ് വെൽഡ്, സ്ലോട്ട് വെൽഡ്, ലാപ്പ് ജോയിൻ്റ് അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്, പിന്നെ കോർണർ ജോയിൻറ്റ്, പിന്നെ ബട്ട് ജോയിൻറ്റ്, ബട്ട് വെൽഡ്, ഇവിടെ ഹൊറിസോണ്ടൽ പൊസിഷനായിട്ട് കാണിച്ചിട്ടുണ്ട്, വെർട്ടിക്കൽ പൊസിഷൻ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഒരുപാട് ടൈപ്സ് ഓഫ് വെൽഡുകളെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വെൽഡിങ് സിമ്പിൾസ് അതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ബട്ട് വെൽഡാണ്. ബട്ട് വെൽഡ് പറഞ്ഞാൽ ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് അവിടെ നടുവിൽ വെൽഡിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് ഫില്ലറ്റ് വെൽഡ്, പിന്നെ ഇത് സ്ലോട്ട് വെൽഡ്, ഇത് പ്ലഗ് വെൽഡ്, ഇത് സ്പോട്ട് വെൽഡ്, ഇത് സീം വെൽഡ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ജോയിൻസ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ജോയിൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദി ടൈപ്സ് ഓഫ് ജോയിൻസ് വെൽഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ദി ഫോളോവിങ്. അതായത് ജോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഈ താഴെ പറയുന്ന രീതിയിൽ നമുക്ക് വെൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ബട്ട് ജോയിൻറ്റ്. അപ്പോൾ ഫിഗർ ശ്രദ്ധിക്കുക. ബട്ട് ജോയിൻറ്റിൽ ജസ്റ്റ് രണ്ടും കൂടി ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെൽഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ബട്ട് ജോയിൻറ്റ്. ഓക്കെ, പിന്നെ ലാപ്പ് ജോയിൻറ്റ്. ലാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ് ചെയ്യും, ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചുകൊണ്ട് ജോയിൻറ്റ് ചെയ്യണ പരിപാടിയാണ് ലാപ്പ് ജോയിൻറ്റ്. പിന്നെ ടീ ജോയിൻറ്റ്, ജസ്റ്റ് ഇങ്ങനെ ടീ ഷേപ്പിൽ വെച്ചുകൊണ്ട് ജോയിൻറ്റ് ചെയ്യാം. പിന്നെ കോർണർ ജോയിൻറ്റ് പറഞ്ഞാൽ ഈ രണ്ട് മെറ്റീരിയലുകളും ഏറ്റവും കോർണറിലായിട്ട് വെൽഡിങ് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യണ പരിപാടി. എഡ്ജ് ജോയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എഡ്ജിൽ രണ്ട് മെറ്റീരിയലുകളും വെച്ചിട്ട് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് വെൽഡിങ് സിമ്പിൾസ്. ഓക്കെ, അപ്പോൾ വെൽഡിങ് സിമ്പിൾസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ഡ്രോയിങ് എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രോയിങ്ങിൽ ആദ്യം തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഇത് ഏത് മെറ്റീരിയലുകൾ ജോയിൻ ചെയ്യുന്നത്, ഏത് ടൈപ്പ് വെൽഡിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഡ്രോയിങ്ങിൽ അത് സിമ്പിൾസും ഇല്ലുസ്ട്രേഷനും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈപ്പ് വെൽഡുകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു, ജോയിൻറ്റുകൾ. അപ്പോൾ ഏതൊക്കെ ആ ടൈപ്പ് ഓഫ് വെൽഡ്സിൻ്റെയൊക്കെ സിമ്പിൾസും അതിനെ എങ്ങനെയാണ് പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള ഇല്ലുസ്ട്രേഷനുമാണ് ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓരോന്നും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സ്ക്വയർ ബട്ട് വെൽഡ്. സ്ക്വയർ ബട്ട് വെൽഡ് രണ്ട് പ്ലേറ്റുകൾ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ അതിൻ്റെ വെൽഡിങ്ങിൻ്റെ ആ ഒരു ഷേപ്പ് സ്ക്വയർ ബട്ട് വെൽഡ്, അതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, സ്ക്വയർ ബട്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സിംഗിൾ വി ബട്ട് വെൽഡ്. അതായത് വി ഷേപ്പിലായിരിക്കും അതിൻ്റെ വെൽഡിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്ത് വെൽഡിങ്ങിൻ്റെ ഒരു ഇതുണ്ടാവുക. ഓക്കെ, വെൽഡിങ്. അപ്പോൾ അതിൻ്റെ സിമ്പിളാണ് ഈ വി എന്നുള്ള ഈ ഒരു സിമ്പിൾ. പിന്നെ സിംഗിൾ ബെവൽ ബട്ട് വെൽഡ്, അത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. പിന്നെ സിംഗിൾ യു ബട്ട് വെൽഡ്, അതായത് ഈ വെൽഡിങ്ങിൻ്റെ ഒരു ഏരിയയിൽ യു ഷേപ്പിലായിരിക്കും ജോയിൻ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഈ രീതിയിലാണ് വരിക. സിംഗിൾ ജെ ബട്ട് വെൽഡ്, അത് ഈ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ബാക്കിംഗ് ഓഫ് ബാക്കിംഗ് വെൽഡ്, ഇത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഫില്ലറ്റ് വെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കർവായിട്ട്, അപ്പോൾ ജസ്റ്റ് ഈ ഷേപ്പിലായിരിക്കും അതിൻ്റെ ഉണ്ടാവുക. പിന്നെ സർഫസിനനുസരിച്ചിട്ട് എന്തുണ്ട്, വെൽഡിങ് സിമ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രീതിയിൽ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. അതായത് ഒന്ന് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫിനിഷ്ഡ് സർഫസ്, അതായത് ഫിനിഷ്ഡ് ഫ്ലഷ് ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു സിമ്പിളാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതേമാതിരി കോൺവെക്സ്, കോൺകേവ്, അതായത് വെൽഡിങ്ങിൻ്റെ സർഫസ് അനുസരിച്ചിട്ട് തരംതിരിച്ചാണ് ഫ്ലഷ്, കോൺവെക്സ്, കോൺകേവ്.
അപ്പോൾ ഇത്രയും ഈ സിമ്പിൾസും ടൈപ്സ് ഓഫ് ജോയിൻസും ഈ സിമ്പിൾസും എല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങളുടെ ബുക്കിലേക്ക് കറക്റ്റായിട്ട് പെൻസിൽ, സ്കെയിൽ എന്നിവ ഉപയോഗിച്ച് കറക്റ്റായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വെൽഡഡ് ജോയിൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പൈപ്പിംഗ് ലേഔട്ടിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.